പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ. ബംഗളൂരിൽ നിന്നൊരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക. ശിവശിവ തൊഴുതും ഇടിക്കേ തന്റെ ഇടം തന്നെയാണേ. ഇത് തന്റെ ഇടമൊന്നുമല്ല, തല്ലുള്ളിത്തരം, കാശിന്റെ ഹുങ്ക കുഴഞ്ഞാട്ടക്കാരിയുടെ. നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും, അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സംസർഗം ഉണ്ടാവില്ലല്ലോ. എങ്കടാ? അതെ, മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കാൻ പോവുക. എന്താ പോരണോ? ഇത്തിരി കുശുമ്പില്ലേ വാക്കിലെന്നൊരു സംശയം ഉണ്ടാവണല്ലോ. വർഗം പെണ്ണല്ലേ. ശിവശിവ. കുടിക്കാൻ വെള്ളം. താങ്ക്സ് ഉണ്ണി. ഈ കിടക്കവരി മാറ്റി വിരിക്കാം. ഗുഡ്. എനിക്ക് സ്ഥിരം ഉറങ്ങണ സ്ഥലത്ത് കിടന്നില്ലാച്ചാ ഉറക്കം വരില്ല. എന്താ ചെയ്യാ? നിങ്ങളെ ഒറ്റയ്ക്ക് കിടത്താൻ വയ്യല്ലോ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്കതാ ഇഷ്ടം. അയ്യോ, അത് വേണ്ട, പരിചയമില്ലാത്ത സ്ഥലല്ലേ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കിടന്നോളാം. അയ്യോ വേണ്ട, ഞാൻ തനിച്ച് കിടന്നോളാം. അല്ല, അത് ഒറ്റയ്ക്ക്. മഴ. മുമ്പ് കണ്ടിട്ടില്ലേ? വെക്കല്ലേ, എന്റെ വരവ് ആഘോഷിക്കാവും. പുരാണത്തിൽ കേട്ടിട്ടില്ലേ ഋഷ്യശൃംഗന്റെ കഥ? പയ്യൻസ് വന്നപ്പോ മഴ പെയ്ത കഥ. ഇത് ഋഷ്യശൃംഗയാണ്, നയൻതാര ഋഷ്യശൃംഗ. ആ കഥയില് ഒരാട്ടക്കാരി പെണ്ണുണ്ട്, ദേവദാസി. ഋഷ്യശൃംഗനെ കൊണ്ടുപോകാൻ വന്ന മായക്കാരി. ഉവ്വ്, ഞാൻ അതാവുന്നാണോ? ആണെന്ന് പറയണില്ല. പറഞ്ഞാലും നോ പ്രോബ്ലം. ഋഷ്യശൃംഗനെ കൊണ്ടുപോവാൻ അനുവദിച്ചാ മതി. എന്താ? എന്താണ് അന്തർജനം? ഉറങ്ങിയില്ല? ഭയങ്കര ലാത്തേടിയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ. ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി. ഏയ് ജഗൻ, ഉറങ്ങരുത്, ഞാൻ മുറിയിലേക്ക് വരാം, എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, യു ആർ വെൽക്കം. അതെ, ഇവിടെ തനിച്ച് കിടന്ന പേടിക്കൂട്ടോ. തൂങ്ങി മരിച്ച പഴയൊരു തമ്പുരാന്റെ പ്രേതം ഇവിടെ ചുറ്റിക്കറങ്ങണുണ്ട്. പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. സത്യ പറയണേ. ആണോ? ആ, എന്നാലേ എനിക്ക് പ്രേതത്തിനെ ഭയങ്കര ഇഷ്ടാ. അതും തമ്പുരാൻ പ്രേതാകുമ്പോ കൂടുതൽ. ഉണ്ണിമായി പൊയ്ക്കോ, രാവിലെ ഞാൻ പറഞ്ഞു തരാം എക്സ്പീരിയൻസ്. ഇപ്പൊ പൊയ്ക്കോളൂ കേട്ടോ. കമോൺ. എന്താ പതിവില്ലാത്ത സ്റ്റാർട്ടിങ് ട്രബിൾ? പറയടോ. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ഓക്കെ, എന്റെ അച്ഛനെ അറിയാലോ ജഗന്? യെസ്. എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഇത്രയും ലിബറൽ ആയ, ജനറസ് ആയ, ലവബിളായ അച്ഛനെ കിട്ടില്ല ആർക്കും. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഒരു കണ്ടീഷൻസും വെച്ചില്ല. എനിക്ക് ആബ്സല്യൂട്ട് ഫ്രീഡം തന്നു, എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഫ്രീഡം. കഴിഞ്ഞ ദിവസം അച്ഛൻ വളരെ സീരിയസ് ആയ ഒരു മാറ്റർ എടുത്തിട്ടു, എന്റെ വിവാഹം. അച്ഛന് പ്രായം കൂടി വരുന്നു, എനിക്കും. ആരെ വേണമെങ്കിലും മാരി ചെയ്യാം, അച്ഛൻ എതിർപ്പില്ല. പക്ഷെ അത് എളുപ്പം വേണമെന്ന് മാത്രം. അച്ഛൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം, ഞാൻ ഓർത്തപ്പോ ഹീസ് റൈറ്റ്, സെറ്റിൽഡ് ആവാൻ ടൈമൊക്കെ ആയി. പക്ഷെ ആര്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആരും പ്രേമിച്ചിട്ടില്ല, ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന ഒരാൾ താനാ. വാട്ട് യു തിങ്ക് ജഗൻ? ഇപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം വിവാഹത്തിന്റെ ആലോചനയുമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പാ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയത്. നിന്റെ ഈ ക്യാരക്ടർ, ഈ ഫ്രാങ്ക്നെസ് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യില്, അത് മുഴുവൻ എനിക്കാ. ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല. നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം, വേണമെങ്കിൽ നമ്മുടെ ഉണ്ണിമായ്ക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ജഗന്റെ ഫേവറേറ്റ് പ്ലേസ് അല്ലേ പാരീസ്, പാരീസിൽ സെറ്റിൽ ചെയ്യാം. എവിടെ വേണമെങ്കിലും, എനിവേ ഇൻ ദിസ് വേൾഡ്.
പാരീസിനെ, വിയന്നെ, യൂറോപ്പിനെ സ്നേഹിച്ചിരുന്ന ജഗനല്ലേ ഇത്? ഇപ്പൊ എനിക്കിഷ്ടം ഈ കണിമംഗലമാണ്, ഈ കോവിലകമാണ്. ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എളുപ്പം കഴിയും. നയൻ, എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ നാട്ടിലേക്കും ഈ പഴഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട്. ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത്. തുടക്കത്തിൽ വെറുമൊരു യാത്ര, പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി. ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ്. എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാനിവിടം വിടുമായിരിക്കും. പക്ഷെ അന്ന് എൻ്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും. അവളറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു, നയൻ, പ്രേമിക്കുന്നു. മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഐ ആം ഇൻ ലവ്, നയൻ. ഉണ്ണിമായ, അതെ, അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല. ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം. my congrats, ജഗൻ. സുഖാണോ കുട്ടി? ആളുകൾ വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കണില്ലായിരുന്നെങ്കിൽ ഞാൻ വളർത്തേണ്ട കുട്ടിയാ നീ. ഒന്ന് കാണാൻ കിട്ടിയത് തന്നെ ഭാഗ്യം. അറിഞ്ഞാ തല എടുക്കുവേട്ടെ. നിനക്കെന്താ മോളെ വേണ്ടേ? പറയേ. ഒന്നും വേണ്ട. എനിക്കൊരു കാര്യം എന്തെങ്കിലും കാണുമ്പോ ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മ അറിയൂ ആരാന്ന്? ഇല്ല, അറിയില്ല. ഞാനാന്ന് കരുതിക്കോളൂ. എന്താ മോളാ നീ? സന്തോഷായി. കൊണ്ടേ കാണിക്കാൻ സന്മനസ് കാട്ടിയല്ലോ ഈ കുട്ടിയെ. ഇവൾക്ക് ആരുമില്ല. അറിയാം, എനിക്കും ആരുമില്ല. ഞാൻ കൈവിടില്ല. കൃഷ്ണ, അത് കേട്ടാ മതി. ഞാൻ പോണു മോളെ. എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഓർത്തിട്ട് വേണ്ട, നിന്നെ കാണാനെങ്കിലും തിരിച്ചു വരാൻ നിന്റെ അച്ഛന് തോന്നാൻ. അതിന് ജീവനോടുണ്ടോ ആവോ? കാണണ്ട, ഉണ്ടെന്നറിഞ്ഞാ മതിയായിരുന്നു. പോട്ടെ.